എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഷാള് കൺവേർട്ട് ചെയ്തിട്ട് ഷ്രഗ് ആക്കിയിട്ട് അല്ലെങ്കിൽ ജാക്കറ്റ് ആക്കിയിട്ട് എങ്ങനെയാണ് മാറ്റാം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതൊരു ജൂട്ടിൻ്റെ ഷാളാണ്. അപ്പോൾ ഇതിന് രണ്ട് തറ്റത്തായിട്ട് നമുക്കിതുപോലെ നെറ്റിൻ്റെ ഡീറ്റെയിൽഡ് വർക്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒഴിവാക്കുകയാണ്. അത് ഒഴിവാക്കിയതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഷാളിനെ എടുക്കണം എന്നില്ല, ഏത് ക്ലോത്തിലാണോ നിങ്ങൾക്ക് ജാക്കറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ആ ക്ലോത്ത് എടുക്കാം. ആ ക്ലോത്ത് എടുത്തതിന് ശേഷം ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. ഇപ്പം നമുക്ക് ഈ ഷാളിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ബ്രൗൺ കളറിലൊരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ് നമ്മൾ ഉള്ളോട്ടേക്ക് മടക്കി വെത്താണ് നമ്മൾ ഫ്രണ്ടിലെ പീസ് തയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഏത് ക്ലോത്താണോ എടുക്കണേ ആ ക്ലോത്ത് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആദ്യം തന്നെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ സാധാരണ അളവുകളും കാര്യങ്ങളും അനുസരിച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യുക. ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഫ്രണ്ടിൽ ഓപ്പൺ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ ഭാഗം നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് 1.5 ഇഞ്ച് വിടാൻ വേണ്ടി പറയുന്നത്. നമുക്കിവിടെ ഓൾറെഡി ഇങ്ങനൊരു കട്ടിങ് ഉള്ളതുകൊണ്ട് നമ്മൾ അതാണ് മടക്കി തയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ നമ്മുടെ ചെസ്റ്റ് അളവ് അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് നമ്മൾ ഇതേപോലെ ഫ്രണ്ടിലേക്ക് 2 ഓപ്പൺ ആയിട്ടുള്ള പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വിഡ്ത്തിനനുസരിച്ചിട്ട് ഇതേപോലെ പീസ് നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട്, അതായത് ബാക്ക് പീസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രണ്ടിലെ പീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലെങ്ത്ത് നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണമെന്നുണ്ടെന്ന് വെച്ചാൽ ആ ലെങ്ത്ത് പ്രിഫർ ചെയ്യാം. ഞാൻ മുകളിലും താഴത്തും ലേസ് ഉണ്ട് ഈ ഒരു ഷാളിന്. അപ്പോൾ ഞാൻ താഴത്തുള്ള ലേസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ, മുകളിലുള്ള ലേസ് എടുക്കുന്നില്ല. അപ്പോൾ 23 ഇഞ്ചാണ് ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു 1.5 ഇഞ്ച് നിങ്ങളിപ്പോൾ സാധാരണ ക്ലോത്താണ് എടുക്കണമെന്നുണ്ടെങ്കിൽ, സാധാരണ ക്ലോത്ത് ആണെങ്കിലും ഷാളാണെന്നുണ്ടെങ്കിലും മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ടാവും. ആ 1.5 ഇഞ്ച് പുറത്തേക്ക് ആക്കിയിട്ട് ബാക്കി നമ്മുടെ ബാക്കിലെ പീസും ഫ്രണ്ടിലെ പീസും ഒരേ അളവായിരിക്കും. അപ്പോൾ ഇത് മേലെ നമ്മൾ സാധാരണ വെക്കണ പോലെ തന്നെ വെക്കാം. അപ്പോൾ താഴത്തെ പീസ് ഫോൾഡഡ് ആയിട്ടുള്ള പീസായിരിക്കും. മുകളിൽ നമ്മൾ വെച്ചിട്ടുള്ള ഫ്രണ്ടിൽ 2 പീസ് 2 വ്യത്യസ്തമായിട്ടുള്ള വേറെയുള്ള പീസുകളായിരിക്കും. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ നമ്മൾ 7 ഇഞ്ചാണ് ഷോൾഡർ കൊടുക്കുന്നത്. അപ്പോൾ 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു. 7.5 ഇഞ്ചാണ് ആം ഹോൾ. അപ്പോൾ 7.5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്തു. നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേറെ തന്നെ ആം ഹോൾ കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ നെക്ക് വിഡ്ത്തായിട്ട് 3 ഇഞ്ചാണ് എടുക്കുന്നത്. നെക്കിന് ലെങ്ത്ത് ആയിട്ട് എടുക്കുന്നത് 4 ഇഞ്ചാണ്. ഒരു 4 അല്ലെങ്കിൽ 3.5 to 4 അത്രയും എടുക്കുക. കാരണം കോളർ ആയതുകൊണ്ട് നമ്മുടെ ജാക്കറ്റ് ആയതുകൊണ്ട് കുറച്ച് കയറി നിൽക്കുമ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാവുക. ഓവർ ഇങ്ങനെ ലെങ്ത്ത്, അതായത് ഇറങ്ങി നിൽക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു 3.5 അല്ലെങ്കിൽ 4.5 അതിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ലെങ്ത്ത് നിങ്ങൾ പ്രിഫർ ചെയ്തിട്ട് ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ വരയ്ക്കുന്ന പോലെ തന്നെ റൗണ്ട് ചെയ്ത് വരയ്ക്കുക. ഇനി നമ്മുടെ ഫ്രണ്ടിലെ നെക്കാണ് നമ്മളിപ്പം വരച്ചിട്ടുള്ളത്. ഇനി ഫ്രണ്ടിലെ പീസൊന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ബാക്കിലെ നെക്ക് വരയ്ക്കാം. ബാക്കിലെ നെക്ക് നമ്മൾ ഷോൾഡർ 1/2 ഇഞ്ചിലാണ് സ്ലോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ 1/2 ഇഞ്ച് തന്നെയാണ് നമ്മൾ ബാക്കിലെ നെക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ 1/2 ഇഞ്ചിൽ ഇതേപോലെ റൗണ്ട് ഷേപ്പായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഷേപ്പ് 8 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി നമ്മൾ താഴ്വശത്തേക്ക് വരുമ്പോൾ നമ്മൾ ബാക്കിയുള്ള പീസ് മൊത്തമായിട്ട് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് വരയ്ക്കുകയാണ്. അതായത് ഷേപ്പ് മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് താഴത്തെ പീസിലേക്ക് നമ്മളിങ്ങനെ ചേർത്ത് വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ താഴ്വശം വേണമെങ്കിൽ 1 ഇഞ്ച് മുകളിലേക്ക് പൊക്കിയിട്ട് സ്ലോപ്പ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് താഴത്തെ ലേസ് വർക്കുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ സ്ലോപ്പ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ 1/2 ഇഞ്ചിൽ ഷോൾഡറും കൊടുന്ന് സ്ലോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. നെക്ക് അവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസുകൾ, അതായത് ഇതിപ്പോൾ ബാക്കിലെയും ഫ്രണ്ടിലെയും രണ്ട് പീസാണ്. അപ്പോൾ നമുക്ക് ബാക്കിലെ പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിലെ നെക്ക് വേറെ തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇനി നമുക്ക് ഫ്രണ്ടിലെ നെക്കും അതുപോലെ തന്നെ ഫ്രണ്ടിലെ ആം ഹോൾ ഉണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള പീസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത് നമ്മൾ ഇതേപോലെ, അതായത് മുകളിലും താഴത്തും ആ ലേസ് നമ്മുടെ സ്ലീവിൻ്റെ താഴ്വശത്ത് വരുന്ന രീതിയിൽ നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഒരു മടക്കും കൂടി മടക്കുന്നുണ്ട്. ഇപ്പോൾ 4 ഫോൾഡായിട്ടാണ് ഇത് മടക്കിയിട്ടിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിന് 10.5 ഇഞ്ച് വിടുത്ത് ഇത് കിട്ടുന്നുണ്ട്. ലെങ്ത്ത് 13 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ആ കിട്ടുന്ന ലെങ്ത്താണ് നമ്മൾ എടുക്കുന്നത്. ശരിക്കും നിങ്ങൾക്ക് ഫുൾ സ്ലീവ് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും, ഫുൾ സ്ലീവായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. നമുക്ക് അത്രയും കിട്ടുന്നുള്ളൂ, അതുകൊണ്ട് നമ്മൾ അത്ര എടുത്തു. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. താഴത്തെ അളവ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് താഴ്വശം ഇതുപോലെ സ്ലോപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. വരച്ച അളവ് പ്രകാരം സ്ലീവ് കട്ട് ചെയ്യുന്നുണ്ട്. സ്ലീവിൻ്റെ സെൻറ്ററിൽ ഒരു കട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അറിയുന്നതുകൊണ്ടാണ് പിന്നെയും ഇത് റിപ്പീറ്റ് ചെയ്യാത്തത് കേട്ടോ. ഇനി നമുക്ക്
സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെറിയൊരു പീസ് എടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ അതായത് ബാക്കിലെ പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തി കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്കിലെ നെക്ക് കറക്റ്റ് ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. എക്സ്ട്രാ വരുന്ന ക്ലോത്ത് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് പതിച്ചടിക്കുക. ഇതെല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ടാണ് വേഗം പറയുന്നത്. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ പീസ് കാണിക്കുന്നത് ക്രോസ് പീസ് വെച്ചിട്ടാണ്. അപ്പോൾ രണ്ട് രീതിയും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് കുറച്ചും കൂടി പെർഫെക്ഷൻ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാം കേട്ടോ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പീസ് നിങ്ങൾ ഹെമ്മിങ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫ്രണ്ടിൽ 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇതുപോലെ മടക്കാൻ വേണ്ടിയിട്ട് ഉള്ളോട്ടേക്ക് മടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ ഭാഗം വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് 1.5 ഇഞ്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു മടക്ക് മടക്കുക, പിന്നെ ഒരു മടക്ക് മടക്കിയിട്ട് ആ 1.5 ഇഞ്ച് കറക്റ്റ് ഉള്ളോട്ട് വരുന്ന രീതിയിൽ നമ്മൾ മടക്കിയിട്ട് മുകളിൽ നിന്നും താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്യുക. നമുക്കിതിവിടെ ഓൾറെഡി ഇങ്ങനെ ഒരു പീസ് ഉള്ളതുകൊണ്ട് നമുക്ക് 2 മടക്ക് മടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തേരുവശമാണെങ്കിൽ ഇതേപോലെ തന്നെ ഒറ്റ മടക്ക് മടക്കിയാൽ മതി. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നൂല് വലിയുന്ന വശമാണെങ്കിൽ 2 മടക്ക് മടക്കിയിട്ട് ഉള്ളോട്ടേക്ക് തയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലെ നെക്ക് ചെയ്യാം. ഫ്രണ്ടിലെ നെക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. ക്രോസ് പീസ് 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് വിടുത്തുള്ളൊരു ക്രോസ് പീസ് എടുക്കുക. ക്രോസ് പീസ് തന്നെ എടുക്കണം, സ്ട്രെയിറ്റ് പീസ് എടുക്കരുത്. എന്നിട്ട് ഇതേപോലെ നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. ചെറിയ ചെറിയ കട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു പൈപ്പിംഗ് പോലെ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്ലോത്ത് ചെറിയ രീതിയിൽ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ പുറമേക്ക് കാണാത്ത രീതിയിൽ പതിച്ചടിക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലെ 2 പീസിനും ഇതേപോലെ തന്നെ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യണം. അതായത് നല്ല വശം ഇതിൻ്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ ഷോൾഡർ ജോയിൻ ചെയ്യുക. ഷോൾഡർ എപ്പോഴും ജോയിൻ ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് തന്നെ കൊടുക്കണം, ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ പോരാ. ഇതേപോലെ നമ്മൾ ഷോൾഡറും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുള്ള ആ ഭാഗത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ലീവിൻ്റെ സെൻറ്റർ, നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സെൻറ്റർ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നല്ല വശത്തിൻ്റെ മുകളിൽ സ്ലീവിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ കറക്റ്റ് ഷോൾഡറിൻ്റെ മുകളിൽ കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ആദ്യം സെൻറ്ററിൽ നിന്ന് ഒരു തറ്റം വരെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് എന്താ പറയുക, അവിടെ നിന്ന് കണ്ടിന്യൂഷനായിട്ട് അടുത്ത അറ്റം വരെ ഇതുപോലെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ അടുത്ത എൻഡ് വരെ ഇതുപോലെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിതുപോലെ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ രണ്ടാമത്തെ സ്ലീവ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത സമയത്ത് നമുക്ക് താഴെ ഓൾറെഡി ലേസും വർക്കുകളും ലേസ് ഉള്ളത് കാരണം നമുക്ക് ഓൾറെഡി മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതുപോലെ ലേസുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ മടക്കി തയ്ക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ മടക്കി തയ്ക്കുക. താഴെ മടക്കി തയ്ച്ചതിന് ശേഷം നമ്മുടെ സൈഡിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള അളവ് പ്രകാരം നമ്മുടെ സൈഡിലെ അളവിനനുസരിച്ചിട്ട് നമ്മൾ സ്റ്റിച്ചും കൂടി ചെയ്യുക. ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഷ്രഗ് ഓർ ജാക്കറ്റ് ഈ ഒരു മോഡൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഇതേപോലെ നല്ല രസമുള്ള അല്ലെങ്കിൽ നല്ല വർക്കുകളുള്ള ഷാളുകൾ നിങ്ങൾ ഉപയോഗിക്കാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ തന്നെ ഒരു ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊരു ക്ലോത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾ ലൈനിങ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നെക്ക് എന്താ പറയുക വേറെ എക്സ്ട്രാ പീസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ടോ ഒന്നും ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലൈനിങ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അടിച്ചിട്ട് മറിച്ചെടുത്താൽ മതി. ലൈനിങ് ഉള്ളവർക്ക്. ലൈനിങ് ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്യുക കേട്ടോ. സ്ലീവ്ലെസ് ടോപ്പിൻ്റെ കൂടെ പിനാഫോർ ടോപ്പിൻ്റെ കൂടെ അതുപോലെ ജീൻസിൻ്റെ കൂടെ ഒക്കെ എല്ലാവരും ഇപ്പോൾ ട്രെൻഡായിട്ട് ജാക്കറ്റ് ഇതുപോലെ വെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.